നമ്മുടെ പ്രവാസ സമൂഹത്തിലെ നമ്മുടെ പ്രജകൾക്കെല്ലാം ഒരു തിരുവോണാശംസകൾ. ചിങ്ങമാസം തിരുവോണം നാളിൽ എല്ലാ വർഷവും നോം നമ്മുടെ പ്രജകളെ കാണാൻ വരുന്നത് പതിവാണല്ലോ. പതിവനുസരിച്ച് നോം നമ്മുടെ പ്രജകളെ കാണാൻ എത്തിയിരിക്കുകയാണ്. നോം ആദ്യം പ്രജകളെ കാണാൻ പോയത് കേരളത്തിലേക്കാണ്. കേരളത്തിൽ ചെന്ന് പല പതിവ് മുഖങ്ങളും കാണാതെ ആയപ്പോൾ നാം ഒന്ന് ശങ്കിച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ പ്രജകളിൽ ഒരു വിഭാഗം ആൾക്കാർ വിദേശങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നു. ആദ്യം കേട്ടപ്പോൾ കുറച്ച് നീരസം തോന്നി. പക്ഷേ മികച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും വേറൊരു സമൂഹത്തിൽ പോയി സേവനം ചെയ്യുവാനും നന്നായി ഉന്നത പഠനത്തിനും വേണ്ടിയാണ് നമ്മളുടെ പ്രജകൾ വിദേശത്തേക്ക് പോയിരിക്കുന്നതാണിപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പോയാൽ പോരാ, നമ്മുടെ പ്രജകളെ കാണാൻ ഇന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഈ മാവേലി വണ്ടി പിടിച്ചത്. നമ്മളെ കാണാൻ നമ്മളിവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ശങ്കിച്ചു. നമ്മൾ ഭരിച്ചിരുന്ന സമയത്ത് സ്നേഹം, സേവനം, സാഹോദര്യം, സമൃദ്ധി ഇതെല്ലാം ധാരാളമായി ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മുടെ പ്രജകൾ വിദേശത്തെത്തിയപ്പോൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവുമോ എന്നൊരു ശങ്ക നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ കൂട്ടായ്മയും ഈ സ്നേഹവും ഈ ഒത്തൊരുമയൊക്കെ കാണുമ്പോൾ നമ്മളുടെ മൂല്യങ്ങൾ ഒന്നും നമ്മൾ ചോർന്നു പോയിട്ടില്ല. നമ്മളുടെ പ്രജകൾ പണ്ടത്തേക്കാൾ ഉപരി കൂടുതൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സ്നേഹം, സേവനം, സാഹോദര്യം എന്നിവയിൽ സാഹോദര്യമാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. നമുക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവനെ നിഷേധിക്കരുത്. അതായത് നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന, സഹോദരനെ കരുതൽ കാണിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ, അവർക്ക് നന്മ ചെയ്തതിലൂടെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ വർഷത്തിലൊരിക്കൽ നമ്മുടെ പ്രജകളെ കാണാനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. വാമനൻ അനുവദിച്ചു തന്നിട്ടുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെയൊക്കെ കണ്ട് ഈ സന്തോഷത്തിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് പാതാളത്തിലേക്ക് പോകേണ്ടതുണ്ട്. വിടവാങ്ങൽ ഒരു മനപ്രയാസമാണ്. എങ്കിലും അടുത്ത വർഷം നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാമല്ലോ എന്നാലോചിക്കുമ്പോൾ, നിങ്ങളൊക്കെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തുമല്ലോ ആ സമയമാകുമ്പോഴേക്കും എന്നാലോചിക്കുമ്പോൾ നമ്മൾ കൃതാർത്ഥനായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. വീണ്ടും
അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. താങ്ക് യു.